ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ താല്പര്യത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം 2024 ഡിസംബർ മാസം 19-ാം തീയതി വ്യാഴാഴ്ച ദിവസത്തെ നക്ഷത്രഫലമാണ്. നക്ഷത്രഫലം എന്ന് പറഞ്ഞാൽ നവഗ്രഹങ്ങൾ നൽകുന്ന അനുഭവങ്ങൾ. അതായത് നവഗ്രഹങ്ങൾ ഓരോ രാശിയിൽ നിൽക്കുമ്പോൾ ജാതകർക്ക് ഇന്ന അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് ജ്യോതിഷ ആചാര്യന്മാർ പണ്ഡിതന്മാർ എഴുതി വച്ചിട്ടുണ്ട്. അതുപ്രകാരം പറയുന്ന കാര്യമാണ് നക്ഷത്രഫലം. ശ്രദ്ധയോടുകൂടി കേൾക്കുക. വ്യാഴാഴ്ച ദിവസത്തെ ഗ്രഹനില എന്ന് പറഞ്ഞാൽ വ്യാഴം ഇടവൻ രാശിയിൽ നിൽക്കുന്നു. ചന്ദ്രനും ചൊവ്വയും കർക്കിടകൻ രാശിയിൽ ശശിമംഗള രാജയോഗം ചെയ്തു നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് കുറേ ജാതകർക്കൊക്കെ വൻ ഭൂസ്വത്തുവകളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു ദിവസമാണ്. ബുധനാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും അതിന് അനുകൂലമായൊരു ദിവസമാണ്. അവർ ജനിച്ച സമയത്ത് ചൊവ്വ അനുകൂലമായൊരു ഗ്രഹമാണെങ്കിൽ, ചൊവ്വയാണ് ഭൂമിയെ സംബന്ധിച്ചുള്ള കാരകഗ്രഹം അല്ലെങ്കിൽ സ്വത്ത് സംബന്ധിച്ചുള്ള കാരകഗ്രഹം, വൻ ഭൂസ്വത്തുവകളൊക്കെ ഇവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ്. അതുകൊണ്ട് ശശിമംഗള യോഗത്തിൻ്റെ ഫലം ചില നാളുകാർക്കൊക്കെ അനുഭവത്തിൽ വന്നു ചേരുന്ന ദിവസമാണെന്നുള്ളതും പ്രത്യേകിച്ച് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. ഇനി കേതു കന്നി രാശിയിൽ നിൽക്കുന്നു, ബുധൻ വൃശ്ചികൻ രാശിയിൽ നിൽക്കുന്നു, സൂര്യൻ ധനുരാശിയിൽ നിൽക്കുന്നു, ശുക്രൻ മകരൻ രാശിയിൽ നിൽക്കുന്നു, അതുപോലെ തന്നെ കുംഭൻ രാശിയിൽ ശനി നിൽക്കുന്നു, മീനൻ രാശിയിൽ രാഹു നിൽക്കുന്നു. ഇതാണ് ഗ്രഹസ്ഥിതി. അപ്പോൾ ഇങ്ങനെ ഗ്രഹങ്ങൾ നിൽക്കുന്നത് കൊണ്ടുള്ള അനുഭവങ്ങളാണ് 27 നക്ഷത്ര ജാതകർക്കും വന്നു ചേരുക. അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയുന്നതാണ്. പ്രിയപ്പെട്ടവർ ശ്രദ്ധയോടുകൂടി കേൾക്കുക. ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം പറയാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാർക്ക് വ്യാഴാഴ്ച ദിവസത്തിൻ്റെ അധിപനായ വ്യാഴൻ 2-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴാഴ്ച ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടവും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായൊരു ദിവസവുമാണ്. അപ്പോൾ ഇവർക്ക് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ, ഭൂസ്വത്തുവകളൊക്കെ ഉള്ള നേട്ടങ്ങൾ, മാതാവിൻ്റെ സ്ഥിതി അനുകൂലം. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ അവർക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ്. ചിലർക്ക് അമ്മാവന്മാരിൽ നിന്ന് ആഗ്രഹിക്കുന്നതിലുള്ള ഒരു നേട്ടമൊന്നും വന്നില്ലെങ്കിൽ പോലും കുടുംബത്തിൽ ഇവരെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ വ്യാപാരികളായിട്ടുള്ളവർക്ക് വ്യാപാര വിജയം ഇപ്പോൾ നടക്കുന്ന ഒരു സമയമാണ്. വ്യാപാര വിജയം, പ്രശസ്തിയും അംഗീകാരവും ഒക്കെ പ്രതീക്ഷിക്കാം. ഭാഗ്യാനുഭവങ്ങളൊക്കെ അവരെ തേടി വരുന്നൊരു ദിവസം. എന്നാൽ ചിലർ പിതാവുമായിട്ടുള്ള ശത്രുതയിൽ എത്തിച്ചേരുന്നു, അതൊരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ തൊഴിൽപരമായുള്ള നേട്ടം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു. ഇപ്പോൾ ഇവർക്ക് 10-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങളും തൊഴിലിടങ്ങളിലുള്ള അഭിവൃദ്ധിയൊക്കെ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നൊരു സാഹചര്യമാണ്. പതിനൊന്നിലെ ശനി ഇവർക്ക് എവിടെയും കടന്നു ചെന്ന് തൊഴിൽ മേഖലയിൽ അവർക്ക് വളരുവാൻ ആവശ്യമുള്ള എല്ലാ സാഹചര്യങ്ങളും കൊടുക്കുന്ന സമയമാണ്. എന്നാൽ 12-ലെ രാഹു ചിലരുടെ ജീവിതത്തെ പരാജയത്തേക്ക് തള്ളിവിടുന്നു. ഉദ്ദേശിച്ചുള്ള നേട്ടങ്ങൾ അവർക്ക് വന്നു ചേരുന്നില്ല. അത് രാഹു അവരെ കാര്യമായി സ്വാധീനിക്കുന്നതുകൊണ്ടാണ് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. അതുപോലെ തന്നെ 2-ലെ വ്യാഴം കൊണ്ട് ഇവർക്ക് ഉദ്ദേശിച്ച പോലെയുള്ള കുടുംബസുഖവും ധനപരമായ നേട്ടവും വന്നു ചേരുന്നില്ലെങ്കിൽ ഈ വ്യാഴം 12-ാം ഭാവാധിപനായിട്ട്, നഷ്ടഭാവത്തിൻ്റെ അധിപനായിട്ടാണ് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിച്ചവരുടെ കയ്യിൽ ഒരു രൂപ പോലും എടുക്കാനില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് ഈ ജാതകരെ എത്തിച്ചു വിടുന്നു. അത് മുഖേന കുടുംബത്തിൻ്റെ അഭിവൃദ്ധിക്കൊക്കെ തടസ്സം ഉണ്ടാകുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ രാഹുവും വ്യാഴവും അവർ ജനിച്ച സമയത്ത് അനുകൂലമായ ഗ്രഹങ്ങളല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ രാഹുവും വ്യാഴവും ജനിച്ച സമയത്ത്, മേടക്കുറുകാർ ജനിച്ച സമയത്ത് അനുകൂലമായ ഗ്രഹങ്ങളായിരുന്നുവെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ ദോഷവശങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ അവർക്ക് അഭിവൃദ്ധിയും ഉന്നമനവും ഉണ്ടായേനെ. തടസ്സങ്ങളൊന്നും രാഹു സൃഷ്ടിക്കപ്പെടാതെ. അതുപോലെ തന്നെ വ്യാഴം ധനപരമായ അഭിവൃദ്ധിയെ കൊടുത്ത് അവരുടെ ജീവിതത്തെ നല്ല നിലയിലെത്തിക്കും. നേരെ മറിച്ച് 12-ാം ഭാവത്തിൻ്റെ അധിപനായ വ്യാഴമാണ് 2-ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ജാതകർ പണം ചെലവഴിച്ച് കയ്യിലൊന്നുമില്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഇപ്പോൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള, അല്ലെങ്കിൽ യൂട്യൂബ് ഒരുപാട് വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, 2-ാം ഭാവത്തിൽ വ്യാഴം വന്നാൽ കോടീശ്വരന്മാർ. അപ്പോൾ അത് കണ്ട് കോടീശ്വരന്മാരാകാതെ ദരിദ്രരായി ജീവിക്കുന്ന സാഹചര്യമുള്ളവർ നിരാശപ്പെടും. അപ്പോൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഗ്രഹനിലയിൽ വ്യാഴം അനുകൂലമായ ഒരു ഗ്രഹമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ തന്നെ 12-ലെ രാഹുവും നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് മേടക്കുറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാർക്ക് 2-ാം ഭാവത്തിലേക്ക് വ്യാഴം വരുന്നതുകൊണ്ടുള്ള നേട്ടം വന്നു ചേരാത്തതെന്നുള്ളത് മനസ്സിലാക്കണം. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൽ വ്യാഴം നിൽക്കുന്നൊരു വ്യാഴാഴ്ച ദിവസമാണ്. ആഭരണമൊക്കെ വാങ്ങിക്കാൻ പറ്റും. പുത്രഭാഗ്യ അനുകൂലമാണ്. ആരോഗ്യം മെച്ചമാണ്. അതുപോലെ തന്നെ പ്രശസ്തിയും അംഗീകാരവും ഒക്കെ അവരെ തേടി വരുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ ശുക്രൻ 9-ാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു ദിവസം. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അനുകൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരും. കുടുംബസുഖം, ധനപരമായ നേട്ടം, മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ, നല്ല ദാമ്പത്യ ജീവിതം ഒക്കെ പ്രതീക്ഷിക്കാം. എന്നാൽ അഷ്ടമത്തിൽ സൂര്യൻ നിൽക്കുന്നത് കൊണ്ട് സ്ത്രീകളെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾക്ക് ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. തൊഴിലിടങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. മേലധികാരികളുടെ തിക്താനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. മേലധികാരികൾ മുഖേനയുള്ള തിക്താനുഭവങ്ങൾക്ക് സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ തൊഴിൽ ഗുണമൊക്കെ അനുകൂലമാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം, ദാമ്പത്യ ജീവിതവും തൊഴിലിടങ്ങളിൽ മേലധികാരികൾ മുഖേനയുള്ള തിക്താനുഭവങ്ങളും ആണ് പ്രധാനപ്പെട്ട ഒരു കാര്യം.
പിതാവുമായിട്ടുള്ള ശത്രുതയ്ക്കും സാധ്യതയുണ്ട്. ഗവൺമെൻറ്റിൽ നിന്നുള്ള തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ജീവിക്കുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർതം 3/4 നാളുകാർക്ക് വ്യാഴാഴ്ച ദിവസം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ജാതകർ ധനം ചെലവഴിച്ച് 5 രൂപ പോലും കയ്യിലെടുക്കാൻ ഇല്ലാത്തൊരു സാഹചര്യത്തെ സൃഷ്ടിക്കപ്പെടുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഇവർക്കുള്ളത്. അത് മുഖേന ദാമ്പത്യ ജീവിത സുഖക്കുറവുകളൊക്കെ ഉണ്ടാവും. 12-ലാണ് വ്യാഴം നിൽക്കുന്നത്. 12-ലെ വ്യാഴം 10-ാം ഭാവത്തിൻ്റെ അധിപനാണ്. അപ്പോൾ തൊഴിൽ കൂടെ കിട്ടുന്ന ധനം മുഴുവൻ അനാവശ്യമായി ചെലവഴിക്കുക, അല്ലെങ്കിൽ ഒരുപക്ഷെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ജാതകർ ചെലവഴിക്കുന്നതെങ്കിലും കയ്യിൽ 5 രൂപ പോലും എടുക്കാനില്ലാത്ത സാഹചര്യത്തിൽ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ തന്നെ 7-ൽ സൂര്യൻ നിൽക്കുന്നു, പാപഗ്രഹമായ സൂര്യൻ നിൽക്കുന്നു. ദാമ്പത്യ ജീവിത സുഖക്കുറവ് ഉണ്ടാകും എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. 7-ൽ പാപഗ്രഹം നിന്നാൽ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളും അല്ലെങ്കിൽ വിവാഹം കഴിക്കാത്തവർക്ക് വിവാഹം കഴിക്കാൻ താമസം വരുമെന്നും ഒക്കെ അറിയാമല്ലോ. അപ്പോൾ അപ്രകാരമുള്ള അനുഭവങ്ങളൊക്കെയാണ് മിഥുനക്കൂറുകാർക്ക് വ്യാഴാഴ്ച ദിവസം വരിക. എങ്കിലും കുടുംബസുഖവും ധനപരമായ നേട്ടവും അതുപോലെ ഭൂമി സംബന്ധമായുള്ള നേട്ടങ്ങളൊക്കെ അവർക്ക് അനുകൂലമായി നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ അവർക്ക് അനുകൂലമാണ്. പക്ഷെങ്കിൽ അവർക്ക് തൊഴിൽപരമായുള്ള പ്രതിസന്ധിയുണ്ട്, ദാമ്പത്യ ജീവിത സുഖക്കുറവുണ്ട്. കിട്ടുന്ന പണം മുഴുവൻ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കാം ജാതകർ ചെലവഴിച്ച് കയ്യിൽ 5 രൂപ പോലും എടുക്കാനില്ലാത്തൊരു സാഹചര്യം വരും. മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ അവർക്ക് തിക്താനുഭവങ്ങളായി നിലനിൽക്കും. ഉദ്ദേശിച്ച പോലെയുള്ള നേട്ടങ്ങൾ മക്കളെ കൊണ്ട് ഉണ്ടാകുന്നൊരു സമയമല്ല എന്നുള്ളതും കൂടി പ്രത്യേകിച്ച് ഞാൻ ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കൂടിയൊക്കെയാണ് ഈ ജാതകർ കടന്നു പോകുക എന്നുള്ളത്. ഭാഗ്യവും ഭാഗ്യക്കേടുകളും ഒക്കെ അവർക്ക് വന്നു ചേരുന്ന സമയം കൂടിയാണ്. 10-ലെ രാഹു പലർക്കും തൊഴിലിടങ്ങളിൽ തൊഴിൽ സംബന്ധമായ ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. 10-ലാണ് രാഹു നിൽക്കുന്നത്. അപ്പോൾ ആ തൊഴിലിടങ്ങളിൽ ചിലരുടെ ജോലി പോകാം, ചിലർ പുതിയ ജോലിക്ക് കയറിയിട്ട് ഒന്നുമല്ലാത്തൊരു സാഹചര്യമായ ശമ്പളം കിട്ടാതെ വരാം. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ജാതകർക്ക് ഉണ്ടാകുന്നൊരു സമയം കൂടിയാണെന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ 4-ാം ഭാവത്തിൽ ഇവർക്ക് കേതു നിൽക്കുന്ന സമയം കൂടിയാണല്ലോ. അപ്പോൾ അവർക്ക് ഈ ബന്ധുക്കളിൽ നിന്നുള്ള ദോഷാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു സമയം കൂടിയാണെന്നുള്ളത് മനസ്സിലാക്കണം. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം 4 പൂയം ആയില്യം നാളുകാരെ സംബന്ധിച്ച് ഈ വ്യാഴാഴ്ച ദിവസം അവിടെ ജന്മഭാവത്തിൽ ചന്ദ്രനും ചൊവ്വയും രാജയോഗം ചെയ്ത് നിൽക്കുന്ന ശശിമംഗള രാജയോഗം ചെയ്ത് നിൽക്കുന്ന ദിവസമാണ്. അപ്പോൾ ഇവരുടെ 10-ാം ഭാവത്തിൻ്റെ അധിപനാണ് ചൊവ്വ. അപ്പോൾ തൊഴിൽപരമായുള്ള നേട്ടം അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. നല്ല ആരോഗ്യമുള്ള സമയമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടവും തൊഴിൽ ഗുണവും ഒക്കെ അനുകൂലമായി നിൽക്കുന്നു. ഇവർക്ക് ഇപ്പോൾ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഭാര്യ മുഖേനയുള്ള പ്രശ്നങ്ങളും ഇവർക്ക് അലട്ടുന്ന ഒരു സമയമാണെന്നുള്ളതാണ് ഒറ്റവാക്കിൽ പറയുക. അപ്പോൾ വെറുതെ പറഞ്ഞ് സമയം കളയണ്ടല്ലോ. അപ്പോൾ ആ ഒരു പ്രതിസന്ധി ഇവർക്ക് നിലനിൽക്കുന്നുണ്ട്. എങ്കിലും കർക്കിടകക്കൂറുകാരെ പുരുഷ ജാതകരെ സംബന്ധിച്ച് അവർക്ക് ആരോഗ്യം മെച്ചമാണ്, തൊഴിൽപരമായുള്ള നേട്ടം അനുകൂലമാണ്, കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ അനുകൂലമായി നിൽക്കുന്നു. അവർക്ക് ഈ 3-ലെ കേതു അവർക്ക് അഭിമാനമൊക്കെ കൊടുക്കുന്നൊരു സമയമാണ്. അഭിമാന ചിന്തകളാൽ അവർ വിലസുന്ന ഒരു സമയമാണ്. ഒട്ടും താഴ്ന്നു കൊടുക്കാത്ത ഒരു സാഹചര്യമാണ് അവർക്ക് നിലവിലുള്ളത്. ഇപ്പോൾ ഏത് കാര്യത്തിൽ അവർ ഉറച്ച തീരുമാനമെടുക്കുന്ന ഒരു സമീപനമാണ്. പക്ഷേങ്കിൽ 7-ലെ ശുക്രൻ ഈ ജാതകരെ സംബന്ധിച്ച് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. ഗ്രഹനില പ്രകാരമാണ് ഞാൻ പറയുന്നത്. 7-ൽ ശുക്രൻ പാപമധ്യസ്ഥനായിട്ട് നിന്ന് കഴിഞ്ഞാൽ കർക്കിടകക്കൂറുകാരുടെ ഭാര്യമാർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് രൂക്ഷമായ ഒരു പ്രതിസന്ധിയിൽ ഇവരെ എത്തിക്കും. അതാണ് ജ്യോതിഷം പറയുന്നത്, അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അത് ഈ പുരുഷജാതകരൊക്കെ മനസ്സിലാക്കി പരിഹരിച്ചു പോയാൽ അവരുടെ ജീവിതം ധന്യമായി തീരും എന്നുള്ളതും ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഭാഗ്യക്കേടുകളും ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. 9-ൽ രാഹു നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും രാഹു ദോഷം ചെയ്യുന്ന ഗ്രഹമാണെങ്കിൽ ഭാഗ്യക്കേടുകൾ അല്ലെങ്കിൽ ഒരു കാര്യത്തിലും നീക്കുപോക്കില്ലാതെ എന്തിനെക്കുറിച്ചും ആലോചിച്ച് ചിന്തിച്ച് സമയം കളയുന്നൊരു സാഹചര്യമാണെന്ന് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെയുള്ള ഒരു അനുഭവം അവർക്ക് നിലനിൽക്കുന്നു എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി പറയട്ടെ. ഈ 11-ൽ നിൽക്കുന്ന വ്യാഴം, ഇപ്പം 11-ാം ഭാവത്തിലാണല്ലോ വ്യാഴം നിൽക്കുന്നത്. 11-ലെ വ്യാഴം ഇവർക്ക് നേട്ടങ്ങളെ കൊടുക്കേണ്ടതാണ്. പക്ഷേങ്കിൽ ആ നേട്ടങ്ങൾ ചിലരുടെ ജീവിതത്തിൽ വന്നു ചേരാത്തതിൻ്റെ കാരണം വ്യാഴത്തിൻ്റെ ക്ഷേത്രമായ മീനൻ രാശിയിൽ രാഹു നിൽക്കുന്നു. അപ്പോൾ അത് ഉദ്ദേശിച്ച പോലുള്ള നേട്ടങ്ങളെ ഇല്ലാതാക്കുന്ന, തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യമാണെന്നുള്ളതും പ്രത്യേകിച്ച് ഈ കർക്കിടകക്കൂറുകാർ മനസ്സിലാക്കണം. കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ പ്രശ്നം പരിഹരിച്ച് പോകാവുന്ന കാര്യമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴാഴ്ച ദിവസത്തിൻ്റെ അധിപതിയായ വ്യാഴം 10-ാം ഭാവത്തിൽ നിൽക്കുന്നൊരു വ്യാഴാഴ്ച ദിവസമാണ്. പക്ഷെങ്കിൽ ഈ വ്യാഴം അവർക്ക് അഷ്ടമത്തിൻ്റെ അധിപനാണ്, അതുപോലെ തന്നെ 5-ാം ഭാവത്തിൻ്റെ അധിപനാണ്. ഇപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് തൊഴിൽ സംബന്ധമായുള്ള നേട്ടങ്ങൾ രാജയോഗമായി വന്നു ചേരുന്ന ഒരു സമയമാണ്. പക്ഷേ എല്ലാവരുടെയും ജീവിതത്തിൽ അത് വന്നു ചേരണമെന്നില്ല. അതിൻ്റെ കാരണം അഷ്ടമത്തിൽ രാഹു നിൽക്കുന്നു. അഷ്ടമത്തിൽ രാഹു നിൽക്കുന്നത്
ഈ രാഹു ജനിച്ച സമയത്ത് ദോഷം ചെയ്യുന്ന ഒരു രാഹുവാണെങ്കിൽ, അഷ്ടമത്തിലെ രാഹു കൊണ്ട് ദോഷവും, ജനിച്ച സമയത്ത് ദോഷം ചെയ്യാത്ത ഒരു രാഹുവാണെങ്കിൽ, ഇപ്പോൾ 11-ാം ഭാവത്തിലാണ് രാഹു നിൽക്കുന്നതെങ്കിൽ ദോഷം ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഇപ്പോൾ രാജയോഗവുമാണ്, അതായത് തൊഴിൽപരമായുള്ള രാജയോഗമാണ്. അവർക്ക് തൊഴിൽ ചെയ്യുകയും ഇഷ്ടം പോലെ ധനം സമ്പാദിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണ്. എന്നാൽ ചിലരെ സംബന്ധിച്ച് എത്ര ജോലി ഉണ്ടെങ്കിലും ജോലി ചെയ്യാൻ പറ്റാത്ത തടസ്സം, രോഗമോ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളോ ഉണ്ടാകും. അല്ലെങ്കിൽ എത്ര കഷ്ടപ്പെട്ടാലും 5 രൂപ പോലും കയ്യിലെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെയാണ് ഈ ചിങ്ങക്കുറുകാർക്ക് ഇപ്പോൾ ഉണ്ടാകുന്നത്. കുടുംബസുഖവും ധനപരമായ നേട്ടവും അവർക്ക് ഏറെക്കുറെ കാര്യവിജയമൊക്കെ ഉണ്ടെങ്കിൽ പോലും, ബുദ്ധിപരമായ പ്രവർത്തനം കൊണ്ട് കാര്യവിജയമൊക്കെ ഉണ്ടായാൽ പോലും മക്കളെ കൊണ്ടുള്ള തിക്താനുഭവങ്ങളും അവർക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ്. ദാമ്പത്യ ജീവിത സുഖക്കുറവ് അനുഭവത്തിൽ വരുന്നു. ചിലരെയൊക്കെ ജീവിതത്തിൽ ശരിക്കും കാര്യതടസ്സങ്ങൾ അനുഭവപ്പെടുന്ന ഒരു സമയം കൂടിയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവരുടെ ഭാഗ്യഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. 4-ാം ഭാവത്തിൻ്റെ അധിപൻ, 7-ാം ഭാവത്തിൻ്റെ അധിപൻ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എല്ലാവർക്കും 4-ാം ഭാവം കൊണ്ട് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും മാതൃഗുണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത വിജയം, അങ്ങനെ സൗഭാഗ്യമായ അനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരേണ്ട ഒരു സമയമാണ്. സ്ത്രീ ജാതകത്തിൽ 9-ൽ വ്യാഴം നിന്നാൽ അവർ ഭാഗ്യവതിയാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. പക്ഷെങ്കിൽ ഈ 9-ാം ഭാവത്തിൽ വ്യാഴം നിന്നുകൊണ്ട് മാത്രമല്ല, വ്യാഴത്തിൻ്റെ ക്ഷേത്രങ്ങളിൽ ആരൊക്കെ നിൽക്കുന്നുണ്ടോ എന്നും കൂടെ നോക്കണം. അതാണ് ജ്യോതിഷം അങ്ങനെയാണ് പറയുന്നത്. ഈ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ ആരൊക്കെ നിൽക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പം നമുക്കൊരു ജോലി, ആർക്കെങ്കിലും നല്ലൊരു ജോലി കിട്ടി, നമ്മൾ ജോലിസ്ഥലത്തേക്ക് പോയി. ജോലിസ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മുടെ വീട്ടിലെ രോഗിയായ അച്ഛൻ, അമ്മ, വീട്ടിലെ സാഹചര്യങ്ങളെല്ലാം മോശമാണെങ്കിൽ നമുക്ക് ആ ജോലിസ്ഥലത്ത് എത്രത്തോളം സന്തോഷമായി നമുക്ക് കഴിയാൻ പറ്റും? നമ്മൾ ആശങ്കകളാലും ടെൻഷനാലും പ്രയാസത്താലും ഒക്കെ ഭാരപ്പെട്ടാണ് നമ്മളവിടെ ജോലി ചെയ്യുന്നത്. ചിലപ്പോൾ ജോലി കളഞ്ഞിട്ട് പോയേക്കാം, വീട്ടിലേക്ക് പോയേക്കാം, പോയി എൻ്റെ അച്ഛനെയും അമ്മയും നോക്കാമെന്ന് നമ്മൾ ആ ജോലി ചിലപ്പോൾ കളയാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഉള്ള ഒരു അനുഭവമാണ് ഈ കന്നിക്കൂറുകാർക്കുള്ളത്. 9-ൽ വ്യാഴമുണ്ട്, പക്ഷെങ്കിൽ അവർ പലവിധമായ പ്രതിസന്ധികളിലകപ്പെട്ട് നീറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകണമെന്നില്ല. ഈശ്വരാനുഗ്രഹം ഉള്ളവരൊക്കെ ഹാപ്പിയായിട്ട് അങ്ങനെ ജീവിച്ചു പോകും. ഈശ്വരാനുഗ്രഹം ഇല്ലാത്തവർ ശരിക്കും വിഷമിക്കുന്ന ഒരു സമയമാണ്. അവർക്ക് പല വിധത്തിൽ ധനനഷ്ടം വന്നു ചേരാം. ഏതൊരു കാര്യത്തിലും അവർ എന്ന് പറഞ്ഞാൽ അവർ ചതിക്കപ്പെടാം. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അവർക്ക് നിലനിൽക്കുന്ന ആണ്. 7-ലെ രാഹുവാണ് അതിൻ്റെ പ്രധാന വില്ലൻ. അപ്പോൾ അത് ഇവർക്ക് നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഞാനിതെപ്പോഴും വിശദീകരിച്ച് പറയുന്നത് ഈ ദോഷമുള്ള, ഏറ്റവും കൂടുതൽ ദോഷം അനുഭവിക്കുന്നവർക്കാണ് ഇങ്ങനെ വിശദീകരിച്ച് പറയുന്നത്. പ്രത്യേകിച്ച് ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനൽ കണ്ട് അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ അവർക്ക് അതൊന്ന് ബോധ്യപ്പെടണ്ടേ, അതിനുവേണ്ടിയാണ് ഇങ്ങനെ വിശദീകരിച്ച് പലപ്പോഴും പറയുന്നത്. അപ്പോൾ ഈ 9-ലെ വ്യാഴം കൊണ്ട് വലിയ നേട്ടങ്ങളൊന്നും എല്ലാവർക്കും വന്നു ചേരണമെന്നില്ല. എന്നാൽ സ്ത്രീ ജാതകത്തിൽ ഭാഗ്യമുള്ള സ്ത്രീയാണെങ്കിൽ, അതായത് അവർ ജനിച്ച സമയത്ത് വ്യാഴം അനുകൂലമായ ഗ്രഹമാണെങ്കിൽ അവർക്ക് യാതൊരുവിധ ദോഷങ്ങളും ഇല്ലാതെ അവർ ഹാപ്പിയായിട്ട് ജീവിച്ചു പോകും. നേരെ മറിച്ച് ഈശ്വരാനുഗ്രഹം അവർക്കില്ല, ദൈവാധീനമില്ല, അവർ എത്ര ദൈവത്തെ വിളിച്ചാലും ദൈവം കേൾക്കുന്നില്ല എങ്കിൽ അവർ മനസ്സിലാക്കുക അവർക്ക് ഈശ്വരാധീനമില്ല. അതുകൊണ്ടാണ് അവർ ഇത്രയും ദൈവത്തെ വിളിച്ചിട്ട് ഒരു ഫലവുമില്ലാതെ. അപ്പോൾ രാഹു അവരെ വേട്ടയാടും. രാഹു അവരുടെ സകല കാര്യങ്ങളും തടസ്സം നിൽക്കും. അപ്പോൾ അങ്ങനെ അവരുടെ ജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാത്ത ഒരു ജീവിതത്തിന് ഉടമസ്ഥരാകും. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഈ വ്യാഴാഴ്ച ദിവസം അവർക്ക് 4-ൽ സൂര്യൻ നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. 4-ലെ സൂര്യൻ മാനസികമായ പ്രശ്നങ്ങളെ സൃഷ്ടിച്ച് ഈ ജാതകർക്ക് നെഞ്ചിന് വേദന അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് പോലുള്ള രോഗങ്ങളൊക്കെ കൊടുക്കുവാനും സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. ബന്ധുക്കൾ ശത്രുക്കളാകുമെന്ന് പറയുന്നു. അങ്ങനെയുള്ള പലവിധമായ പ്രതിസന്ധികളൊക്കെ ഈ ധനുരാശിയിൽ നിൽക്കുന്ന സൂര്യനും കൊടുക്കും. ഇപ്പം 4-ൽ സൂര്യൻ നിന്ന് കഴിഞ്ഞാൽ വീട്, വസ്തുവാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊന്നും ഒരു നീക്കുപോക്കുണ്ടാകത്തില്ല. അപ്പോൾ വസ്തുവൊക്കെ വിറ്റ് ഒരു കടം വീടാൻ ആഗ്രഹിക്കുന്നതൊന്നും നടക്കുന്ന സമയമല്ല. അപ്പോൾ അതൊക്കെയാണ് പ്രശ്നം. പിന്നെ ഇവർക്കിപ്പോൾ ആശ്വാസമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 12-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രനും ചൊവ്വയും ഇവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള നേട്ടങ്ങളെ കൊടുത്താൽ മാത്രമേ ഉള്ളൂ. അത് ബുധൻ, വ്യാഴം ദിവസങ്ങളിലാണ് അതിൻ്റെ അനുകൂലമായ അനുഭവങ്ങൾ ഉണ്ടാകുക. ഈ 2 ദിവസങ്ങളിൽ നേട്ടം ഉണ്ടായില്ലെങ്കിൽ പിന്നെ അവർക്ക് വലിയ ആശ്വാസമൊന്നും വന്നു ചേരുന്ന സമയമല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. പിന്നെ 12-ലേക്ക് ചന്ദ്രൻ വരുമ്പോൾ
മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ വർദ്ധിക്കും. അപ്പോൾ 4-ലെ സൂര്യൻ കൂടി പ്രവർത്തിച്ചാൽ രോഗികളായി മാറും. പ്രതിസന്ധികളൊക്കെയാണ് മുമ്പിലുള്ളത്. അതുകൊണ്ട് ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ രാഹുകേതു ദോഷപരിഹാരമൊക്കെ പൂജ ചെയ്യുക, ജീവിക്കുക. അപ്പോൾ അതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് 9-ലെ വ്യാഴം ജനിച്ച സമയത്ത് അനുകൂലമായിട്ടുള്ളവർക്കൊക്കെ നല്ല അനുഭവങ്ങൾ, ഭാഗ്യകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. അല്ലാത്തവരെല്ലാം രാഹുവിൻ്റെയും സൂര്യൻ്റെയും ഒക്കെ ദോഷത്താൽ ഭാരപ്പെടുമെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖം 3/4 നാളുകാരെ സംബന്ധിച്ച് വ്യാഴാഴ്ച ദിവസം അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്നൊരു ദിവസമാണ്. സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേന ചതിവ് പറ്റാൻ സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, അതറിഞ്ഞിരിക്കണം. സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേന ചതിവ് പറ്റാൻ സാധ്യതയുണ്ട്, അത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അവർക്ക് ഈ തുലാക്കൂറുകാർക്ക് 3-ാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. 3-ലെ സൂര്യൻ മൂത്ത സഹോദരന് ഏതെങ്കിലും വിധത്തിലുള്ള രോഗമൊക്കെ കൊടുത്താൽ പോലും ശത്രുനാശമൊക്കെ സംഭവിക്കുമെന്നാണ് പറയുന്നത്. നല്ല ഭാര്യ, നല്ല ദാമ്പത്യ ജീവിതം, നല്ല കുട്ടികളൊക്കെ അങ്ങനെ നല്ല രീതിയിൽ പോകുമെങ്കിലും സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ചതിവ് പറ്റാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 6-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നുണ്ട്. ഈ ജാതകർ കടബാധകളാൽ ഭാരപ്പെടുവാനും സാധ്യതയുണ്ടെന്നും ജ്യോതിഷം പറയുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെയാണ് വന്നു ചേരാൻ ഇടയുള്ളത്. പക്ഷെങ്കിൽ ഇവരുടെ 10-ാം ഭാവത്തിൽ ചൊവ്വയും അതുപോലെ തന്നെ ചന്ദ്രനും രാജയോഗം ചെയ്തു നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് തൊഴിൽപരമായുള്ള നേട്ടങ്ങൾ, അതുമുഖേനയുള്ള കുടുംബത്തിൻ്റെ സൗഭാഗ്യപരമായ സ്ഥിതികളൊക്കെ ഉണ്ടാകും. കുടുംബത്തിന് മെച്ചപ്പെട്ട അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങൾ ഉണ്ടായാൽ പോലും വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടായാൽ പോലും അവർക്ക് ഈ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളിൽ സൂക്ഷ്മത വേണം. ചതിവ് പറ്റാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും തടസ്സം സംഭവിക്കാനും സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് ഇവരുടെ പ്രശ്നങ്ങൾ. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം അനിഴം കേട്ട നാളുകാരെ സംബന്ധിച്ച് അവർക്ക് വ്യാഴാഴ്ച ദിവസം 7-ൽ വ്യാഴം നിൽക്കുന്ന ഒരു ദിവസമാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് 7-ാം ഭാവത്തിൽ വ്യാഴം നിന്നിട്ട് അവരുടെ ജീവിതത്തിൽ ഉദ്ദേശിച്ചുള്ള നേട്ടങ്ങളൊന്നും വന്നു ചേരുന്നില്ല. ഒരുപാട് പേർക്ക് വന്നു ചേരുന്നില്ല. പ്രത്യേകിച്ച് തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് ഒട്ടും തന്നെ വന്നു ചേരുന്നില്ല. എന്താണ് കാരണം? 5-ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു അവരെ പിടിച്ച് ഒലയ്ക്കുകയാണ്. കാരണം രാഹു ഒരു കാര്യത്തിൽ അവർക്കൊരു മേൽഗതി കൊടുക്കുന്നില്ല. 5-ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു കാര്യതടസ്സത്തെ തന്നെ അവർക്ക് കൊടുക്കുന്നു. അപ്പോൾ 7-ൽ വ്യാഴം 2-ാം ഭാവത്തിൻ്റെ അധിപനാണ്. വ്യാഴം കുടുംബസുഖവും ധനപരമായ നേട്ടവും ദാമ്പത്യ ജീവിത വിജയവും വിദേശത്ത് ജോലിക്ക് പോകാനുള്ള സാഹചര്യങ്ങളും എല്ലാം അനുകൂലമാക്കി കൊടുക്കേണ്ട ഒരു സമയമാണ്. പക്ഷേ ഇതൊന്നും നടക്കാതെ അവർക്ക് കാര്യതടസ്സത്തെ കൊടുക്കുന്നു 5-ലെ രാഹു. അപ്പോൾ രാഹു ഏത് ദോഷപരിഹാര പൂജ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ 2-ൽ സൂര്യൻ നിന്ന് കഴിഞ്ഞാൽ കലഹത്തിന് സാധ്യതയുണ്ട്, ദുഃഖിതരാകുവാൻ സാധ്യതയുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. എവിടെയും തടസ്സങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള സമയം കൂടിയാണ്. പ്രത്യേകിച്ച് അതും മനസ്സിലാക്കുക. അപ്പോൾ രാഹുകേതു ദോഷപരിഹാര പൂജ ഇപ്പോൾ ചെയ്തിട്ടില്ലെങ്കിൽ അതൊക്കെ എത്രയും വേഗം ചെയ്ത് ജീവിതത്തെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണം. ഇനി 6 മാസം കൂടിയുണ്ട് രാഹു 5-ാം ഭാവത്തിൽ എന്നുള്ളത് മനസ്സിലാക്കുക. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ജന്മഭാവത്തിൽ സൂര്യൻ നിൽക്കുന്ന ഒരു വ്യാഴാഴ്ച ദിവസമാണ്. വ്യാഴാഴ്ച ദിവസത്തിൻ്റെ അധിപനായ വ്യാഴം അല്ലെങ്കിൽ അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ വ്യാഴം 6-ൽ നിൽക്കുന്ന സമയമാണ്. 12-ൽ ബുധൻ നിൽക്കുന്നു. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ 2-ലെ ശുക്രനും 3-ലെ ശനിയും ഇവർക്ക് അനുകൂലമായ ഫലത്തെ കൊടുക്കും എന്നുള്ളൊരു ആശ്വാസമാണ്. അപ്പോൾ കുടുംബസുഖവും ധനപരമായ നേട്ടവും സ്ത്രീകൾ മുഖേന ധനം വന്നു ചേരുവാൻ സാധ്യതയൊക്കെ ഉള്ള സമയമാണ്. സഹോദരങ്ങളുടെ സഹായങ്ങൾ, സുഹൃത്തുക്കളുടെ സഹായങ്ങൾ ഒക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. കടബാധകളാലും പ്രശ്നങ്ങളാലും ഭാരപ്പെടുന്നവർക്ക് ആശ്വാസമുള്ളൊരു സമയമാണ്. തൊഴിൽപരമായുള്ള വലിയ നേട്ടമൊന്നും അവർക്ക് ഉണ്ടാകണമെന്നില്ല. ദാമ്പത്യ ജീവിത വിജയവും കാര്യമായിട്ട് ഉണ്ടാകണമെന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അനുഭവമാണ് വ്യാഴാഴ്ച ദിവസം വന്നു ചേരുക എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് കാര്യവിജയം ഉണ്ടാകേണ്ട ഒരു സമയമാണ്. 5-ലാണ് വ്യാഴം നിൽക്കുന്നത്. പക്ഷേ അവർക്കിപ്പോൾ 12-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു. 12-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്ന അഷ്ടമത്തിൻ്റെ അധിപനാണ്. തൊഴിലിൻ്റെ കാരക ഗ്രഹമാണ് സൂര്യൻ. അപ്പോൾ ഈ സൂര്യൻ 12-ൽ നിന്നാൽ അഷ്ടമത്തിൻ്റെ അധിപനായതുകൊണ്ട് സ്ത്രീകളെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. മറ്റുള്ള എല്ലാ കാര്യങ്ങളും അനുകൂലമായി ഒക്കെ പോയാലും 7-ാം ഭാവത്തിൽ അവർക്ക് നിൽക്കുന്നത് ചന്ദ്രനും ചൊവ്വയുമാണ്. അപ്പോൾ 7-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രനും ചൊവ്വയും ഇവർക്ക് നേട്ടത്തെ കൊടുക്കുന്നു. ഭാര്യ ഭർത്തൃ ബന്ധം നല്ല രീതിയിൽ പോകുന്നു.
വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ചിലർക്ക് തിക്താനുഭവങ്ങൾ ഉണ്ടാകാം, ചിലർക്ക് അനുകൂലമായ അനുഭവങ്ങൾ ഉണ്ടാകാം. കാരണം ചൊവ്വ 7-ലാണ് നിൽക്കുന്നത്. അത് സ്ത്രീകളെ സംബന്ധിച്ച് അത്ര നല്ലതല്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്നാൽ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ അനുകൂലമായ സാഹചര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രവർത്തന മേഖലയിലെ വിജയമൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. വലിയ തരക്കേടില്ലാത്ത സമയമാണ് ഈ തിരുവോണം, ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടം 2 പാദം നാളുകാർക്ക്. പക്ഷെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്കാണ് പ്രതിസന്ധി ഉള്ളത്. അവർ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതാണൊരു വിഷയം. അവർ 7-ലെ ചൊവ്വയും അതുപോലെ തന്നെ അവർക്ക് 12-ലെ സൂര്യനും, ഈ 2 പാപഗ്രഹങ്ങൾ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ സുഖക്കുറവ് ഉണ്ടാക്കി കൊടുക്കുന്നൊരു സമയമാണ്. അതിൽ ശ്രദ്ധ കൊടുത്താൽ പ്രശ്നങ്ങളില്ലാതെ ജീവിച്ചു പോകാവുന്നൊരു സമയമാണ്. മറ്റുള്ള കാര്യങ്ങളൊക്കെ അനുകൂലമായി നിൽക്കുന്നൊരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടം 2 പാദം ചതയം, പൂട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അവരുടെ 10-ാം ഭാവാധിപൻ 6-ാം ഭാവത്തിൽ ശശിമംഗള രാജയോഗം ചെയ്തു നിൽക്കുന്നു. തൊഴിൽപരമായുള്ള നേട്ടം അവർക്ക് അനുകൂലമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ അവർക്ക് അനുകൂലമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നേട്ടമാണ്. അവർക്ക് ഈ വീട് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ചിലർക്ക് തിക്താനുഭവങ്ങൾ ഉണ്ടാകാം. അങ്ങനെ തിക്താനുഭവങ്ങൾ ഉണ്ടായാൽ പോലും പിന്നീട് അതൊരു നേട്ടമായി മാറുവാനും സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കും. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ഒരു കച്ചവടം നടന്നാൽ അത് ഉഴപ്പിപ്പോയാലും അത് പിന്നീട് ഇവർക്ക് അനുകൂലമായി വന്നു ചേരുന്ന ലാഭകരമായ അനുഭവത്തിൽ എത്തിച്ചേരുന്ന ഒരു സാഹചര്യം നിലവിൽ ഉണ്ട്. ഇപ്പം നമുക്കറിയാമല്ലോ, ഒരു കച്ചവടം നടത്താൻ പോയി, എല്ലാം കണ്ടു കേട്ട് വാക്ക് പറഞ്ഞു, അത് ആരെങ്കിലും കയറി ഉഴപ്പിയാലും 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് തന്നെ അത് തിരിച്ച് അനുകൂലമായി വരും. അപ്പോൾ നമ്മൾ എന്ത് പറയും? അത് തങ്ങൾക്ക് വിധിച്ചിട്ടുള്ളതാണെങ്കിൽ തങ്ങൾക്ക് തന്നെ വരുമെന്ന് പറയും. എന്ന് പറഞ്ഞുള്ള അനുഭവങ്ങളൊക്കെ കുംഭക്കൂറുകാർക്ക് വരാൻ സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ നല്ല അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടവും അതുപോലെ തന്നെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള നേട്ടം. അപ്പോൾ അങ്ങനെയുള്ള രോഗ, ദുഃഖ, ദുരിത, പ്രയാസങ്ങളാൽ ഭാരപ്പെട്ടവർക്ക് ആശ്വാസം വന്നു ചേരുന്ന സമയം, ശത്രുതകളെ ജയിക്കുന്ന സമയം, എല്ലാം കൊണ്ടും അനുകൂലമായ സമയമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഈ ജന്മത്തിൽ ശനി നിൽക്കുന്നവർക്ക് ജന്മശനിയുടെ ഭാഗമായിട്ടുള്ള ദോഷം കാഠിന്യമാണെങ്കിൽ അപ്പോൾ അത് ഇച്ചിരി മോശമായ അനുഭവത്തെ കൊടുക്കുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അനുകൂലമാണ്. അവർക്കിപ്പോൾ അഷ്ടമത്തിൽ ഒരു ഗ്രഹം പോലും നിൽക്കുന്നില്ല. അതായത് കേതുവാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത്. അഷ്ടമത്തിൽ നിൽക്കുന്ന കേതു എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രശ്നത്തെ കൊടുക്കുന്നില്ല. കാരണം കേതു നിൽക്കുന്ന രാശിയുടെ അധിപനായ ബുധൻ 10-ലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് കേതുവിൻ്റെ ദോഷമൊന്നും കാര്യമായിട്ട് വരത്തില്ല. അപ്പോൾ അങ്ങനെ ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ നല്ല ഗ്രഹസ്ഥിതിയാണ് ഇപ്പോൾ കുംഭക്കൂറുകാർക്കുള്ളതെന്ന് മനസ്സിലാക്കുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പുരുട്ടാതി, കാല, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിന് അധിപനായ വ്യാഴം 3-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴാഴ്ചോസമാണ്. അപ്പോൾ ധനസ്ഥിതി മോശമാകും. അവർക്ക് കടം വാങ്ങിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുമെന്നാണ് പറയുന്നത്. പക്ഷേങ്കിൽ ഈ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ 10-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു. തൊഴിലിൻ്റെ അധിപതിയായ ഗ്രഹമായ സൂര്യൻ 10-ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ആ പ്രശ്നങ്ങളൊക്കെ മാറും. അതുപോലെ തന്നെ 11-ൽ ശുക്രൻ നിൽക്കുന്നു, അത് നല്ലതാണ്. 12-ലെ ശനിയുടെ ദോഷമൊന്നും കാര്യമായിട്ടുണ്ടാകത്തില്ല. അപ്പോൾ അത് ഒരു നേട്ടമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ, അതായത് വ്യാഴത്തിൻ്റെ കേന്ദ്രത്തിലാണ് ഈ ശനി നിൽക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ വ്യാഴവും ശനിയും തമ്മിലുള്ള ഒരു ബന്ധം കൊണ്ട് അങ്ങനെയുള്ള ദോഷവശങ്ങളൊന്നും വന്നു ചേരത്തില്ല. അപ്പോൾ കുടുംബസുഖവും ധനപരമായ നേട്ടവും കാര്യമായ എല്ലാ അനുഭവങ്ങളും നല്ല രീതിയിൽ വരുമെന്ന് പറഞ്ഞാലും പുത്രദുഃഖം ചിലരിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മാത്രം ഓർക്കുക. പുത്രന്മാരെ കൊണ്ടുള്ള ചില ദുഃഖകരമായ സാഹചര്യങ്ങൾ ചിലർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. അത് പെൺമക്കളല്ല, പെൺകുട്ടികൾ മുഖേനയുള്ള ഒരു എന്തെങ്കിലും വിഷയത്താൽ ചിലരുടെ ജീവിതത്തിൽ അവരുടെ ആൺകുട്ടികൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. മറ്റുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ തന്നെ വന്നു ചേരുന്നൊരു ദിവസമാണ്. കാര്യവിജയം ഉണ്ടാകും. അതുപോലെ തന്നെ മാതാവിനെ കൊണ്ടുള്ള കാര്യവിജയം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ കുടുംബസുഖവും ധനപരമായ നേട്ടം, അങ്ങനെ എല്ലാ കാര്യങ്ങളും അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം, സ്ത്രീകൾ മുഖേനയുള്ള ഒരു പ്രതിസന്ധി അവർക്ക് ഉണ്ടാകുവാനിടയുണ്ട്. അല്ല അവരുടെ മക്കൾക്കോ അവരുടെ ജീവിതത്തിലോ ഉണ്ടാകുവാൻ സാധ്യതയുള്ള അവർ കാര്യവിജയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കാര്യതടസ്സം സ്ത്രീകൾ മുഖേന ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത്. ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ
ഡിസംബർ മാസം 31-ാം തീയതി നടക്കുന്ന സർവേശ്വരി പൂജയിൽ പങ്കുചേരുവാനുള്ള മനസ്സ് കാണിക്കുക. എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്ഛതി പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതി. ഓം ശാന്തി ശാന്തി ശാന്തി. മഹാദേവൻ്റെ ശാന്തിയും സമാധാനവും എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.